യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കുമെന്നാണ് അല്ലേ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ അനുഭവം എന്താണ്? അവൻ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അവൻ വലിയവനായിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലൂക്ക 1:32-33. ലൂക്കാസ് സുവിശേഷം 1:32-33. അവൻ വലിയവനായിരിക്കും, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. മറിയത്തിന്റെ ക്രിസ്തു അനുഭവങ്ങളിലെ കാതല് ഒരു പ്രധാനപ്പെട്ട പ്രമേയം എന്താണ്? അവൻ വലിയവനായിരിക്കുമെന്നാണ്. നമ്മൾ ഉടമ്പടിയിൽ അനുഭവിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ വലിപ്പമാണ്. മറിയമാണത് ആദ്യം അനുഭവിച്ചത്. മറിയത്തിൻ്റെ വയറ്റിലിട്ട് വളർത്തി വീട്ടിൽ നിർത്തി വളർത്തി ആളാണ് ക്രിസ്തു. മനുഷ്യപുത്രനെ ക്രിസ്തു വിശ്വാസപൂർവം ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് വയറ്റിലിട്ട് വളർത്തി പിന്നെ വീട്ടിൽ നിർത്തി വളർത്തിയ ആളാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ അൾട്ടിമേറ്റ് നോളജ് റെവലേഷനിൽ ഒന്നെന്താണ്? അവൻ വലിയവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം പിന്നെ മറിയത്തിൻ്റെ അതുകൊണ്ട് മറിയം ഈ വലിയ ക്രിസ്തു താൻ വയറ്റിലിട്ട് വളർത്തിയിരിക്കുന്നയാൾ, പ്രസവിച്ച് വീട്ടിൽ നിർത്തിയിരിക്കുന്ന വളർത്തിയിരിക്കുന്നയാൾ, അവനെക്കുറിച്ചുള്ള ദേവപിതാവിൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നെന്താണ്? അവൻ വലിയവനായിരിക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഈ ക്രിസ്തുവിൻ്റെ വലിപ്പത്തെ എങ്ങനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് നമ്മളെ അനുദിന വിഷമങ്ങളിൽ നിന്നൊരു മനുഷ്യനെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ ജപ്തി നടപടിയുണ്ട്. നമുക്ക് മാർച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കുറഞ്ഞിട്ടുണ്ട്. കുറേ അധികം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാര്യം സാക്ഷ്യം ഇനിയിപ്പോൾ വരാൻ പോണതല്ലേ ഉള്ളൂ. അതേസമയം തന്നെ എനിക്ക് സാമ്പത്തിക മേഖലകളിലെ ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. കാര്യം പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായിട്ട് മനുഷ്യനിങ്ങനെ സങ്കടപ്പെട്ട് വരുമ്പോഴേ അവന് അതിൻ്റെ കൂടെ വേറെ ഒത്തിരിയേറെ സങ്കടങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജപ്തി പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാ. അങ്ങനെ ലോകത്ത് ഒരിടത്തും ആവശ്യപ്പെടത്തില്ല. എന്നോട് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത്. നിങ്ങളെ കൃപാസനത്തിൽ വരാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജപ്തി നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അത് മനുഷ്യന്മാർ സാമ്പത്തിക സ്ഥാപനങ്ങളല്ലേ അത് പറഞ്ഞിരിക്കണത് അല്ലേ? അപ്പം ഇത് ഏറ്റവും വലിയ മനുഷ്യരാശിയെ ജപ്തി ചെയ്തിരിക്കുന്ന സാത്താനാണ്. അവൻ്റെ ജപ്തിയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയത് അവൻ്റെ വിശുദ്ധമായ രക്തമാണ്. അവൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ കാര്യം കൊണ്ട്